ഇപ്പോൾ മാതൃഭൂമി എഴുതി ശ്രീ കെ വിശ്വനാഥൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ വിശ്വനാഥൻ, അതിഗംഭീരമായ പ്രകടനം, അവിശ്വസനീയമായ, ചരിത്രത്തിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ തവണയാണ് സെമിയിലേക്ക് മുന്നേറാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ വിജയത്തിന്റെ മാറ്റം സന്തോഷവും ഒക്കെ ചേർക്കുന്നത്. കൂടുതൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ നിന്ന് നമുക്ക്? വോളിബോളിലും ബാസ്കറ്റ്ബോളിലും അത്ലറ്റിക്സിലൊക്കെ കേരളം രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമയത്ത് പിൻനിരയിലേക്ക് പോയ ഒരു സ്പോർട്സ് ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രിക്കറ്റിലും പതുക്കെ നമ്മൾ മുൻനിരയിലേക്ക് കയറി വരുന്നു എന്ന് വളരെ സന്തോഷകരമായ, ഇതിനൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ക്രിക്കറ്റിൽ കേരളം നേടുന്ന ഓരോ ജയങ്ങൾക്കും ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കാരണം ക്രിക്കറ്റിൽ ഇന്ത്യയിലെ മിക്ക ബോംബെ, ഡൽഹി തുടങ്ങിയ സ്റ്റേറ്റുകളെല്ലാം തന്നെ മുൻനിരയിൽ നിൽക്കുമ്പോൾ കേരളം ഒരു സ്പോർട്ടിംഗ് സംസ്ഥാനമായ, അല്ലെങ്കിൽ സ്പോർട്സിന് വലിയ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമായ കേരളത്തിന് ഒരിക്കലും ക്രിക്കറ്റിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ക്രിക്കറ്റിൽ നേടിയ ഈ വിജയത്തെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഫൈനലിലേക്കും, ഇനി എല്ലാം നോക്കൌട്ട് മത്സരങ്ങളാണല്ലോ, ഫൈനലിലേക്കും അതേപോലെ ചാമ്പ്യന്മാരാവുക എന്നൊക്കെ 50-50 സാധ്യതയുള്ളതാണ്. എത്ര വലിയ കളിക്കാർ മറ്റു ടീമുകളിലുണ്ട് എന്നുള്ളതൊരു കാര്യമല്ല. ഒരു ടീം എന്ന നിലയിൽ നന്നായി ഇണങ്ങി കളിക്കാൻ കേരളത്തിന്റെ ടീമങ്ങൾക്ക് കഴിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാം. ചാമ്പ്യന്മാരാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ട് കേരള ടീമിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇത് എക്കാലത്തെയും വലിയ ചരിത്രം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള എല്ലാ സാധ്യതകളും വിഭവങ്ങളും ഇപ്പം കേരളത്തിനൊപ്പം ഉണ്ട്. എല്ലാ ആശംസകളും അവർക്ക് നേരുന്നു.